ബി.ജെ.പി. ദേശീയ തലത്തിൽ ഉയർത്തിക്കാണിക്കുന്ന നയപരിപാടികൾക്ക്, പ്രവർത്തന രീതികൾക്ക് അവർക്ക് തുടർച്ചയായി വിവിധ സംസ്ഥാനങ്ങളിലും അതുപോലെ തന്നെ കേന്ദ്രത്തിലും ലോക്സഭയിലേക്കുമുള്ള തെരഞ്ഞെടുപ്പ് വിജയങ്ങളിൽ തുടർച്ചയായി വിജയം കിട്ടുന്ന പാതയിലുള്ള അടുത്തൊരു ചുവടാണ്. അത് വളരെ വിജയകരമായിട്ട് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചിട്ട് മടങ്ങി എന്നുള്ളതാണ് വസ്തുത. മറ്റ് വിമർശനങ്ങൾ അവിടെ നിൽക്കട്ടെ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിന് രണ്ട് ഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനം, എൻ.ഡി.എ സർക്കാരിന്റെ പ്രവർത്തന പദ്ധതി, അതിനകത്തുണ്ടായ നേട്ടങ്ങൾ. രണ്ട്, രാഷ്ട്രീയം. ഈ രണ്ട് കാര്യങ്ങളും രണ്ട് വേദികളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിന് വലിയ സ്വീകാര്യത ലഭിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അത്ര വലിയ തോതിലുള്ള ആൾക്കൂട്ടമാണ് തിരുവനന്തപുരത്ത് ഇന്നുണ്ടായിരുന്നത്. അഭൂതപൂർവമായ ആൾക്കൂട്ടമാണ്. നേരത്തെയും ഇതുപോലെ തന്നെയാണ്. നരേന്ദ്രമോദി വന്ന് റോഡ് ഷോ ഒക്കെ നടത്തി മടങ്ങിയ സമയത്ത് അതിന്റേതായ തെരഞ്ഞെടുപ്പ് വിജയം നമുക്കറിയാം തൃശ്ശൂരിൽ ഉണ്ടായിട്ടുണ്ട്. ഇത്തവണ അതുപോലെ തിരുവനന്തപുരത്ത് ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം പ്രസംഗിച്ചത് രാഷ്ട്രീയം. അഹമ്മദാബാദിലായിരുന്നു ബി.ജെ.പിയുടെ തുടക്കം, ഗുജറാത്തിൽ. അവിടെ നിന്ന് വച്ചടി കയറ്റമായിരുന്നു എന്നാണ്. ആ രീതിയിൽ മുന്നോട്ട് പോകും. കേരളത്തിൽ വികസനം വിഷയമാകുന്നില്ല എന്നാണ് ബി.ജെ.പി. ഉന്നയിക്കുന്ന പ്രധാന ആരോപണം. ഇടത് വലത് മുന്നണികൾ ഒരിക്കലും, അല്ലെങ്കിൽ കേരളത്തിൽ പ്രബലമായ രാഷ്ട്രീയ പാർട്ടികൾ ഒന്നും തന്നെ വികസനം എന്ന വിഷയം ഉയർത്തി കാണിക്കുന്നില്ല. രാഷ്ട്രീയമായ തർക്കത്തിന് ശ്രമിക്കുകയാണ്. ആ സ്ഥിതിക്ക് മാറ്റം വരുത്തേണ്ടതുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ വിജയിച്ച സംസ്ഥാനങ്ങളിലെല്ലാം ഞങ്ങൾ മാറ്റം വരുത്തിയിട്ടുള്ളത് എന്നാണ് അവർ പറയുന്നത്. വളരെ ചെറിയ തുടക്കമായിരുന്നു ബി.ജെ.പി. 30 വർഷങ്ങൾക്ക് മുൻപ്. അപ്പൊ ഓരോ സംസ്ഥാനങ്ങളിലും എം.എം.സി. രാഷ്ട്രീയമാണ്. മുസ്ലിം ലീഗിനും അതുപോലെ തന്നെ അതിതീവ്ര കമ്മ്യൂണിസ്റ്റ് സ്വഭാവമുള്ള രീതിയിലേക്കും കോൺഗ്രസ് മാറുന്നു എന്ന വിമർശനമാണ് നരേന്ദ്രമോദി കേരളത്തിലെ കോൺഗ്രസിനെ കുറിച്ച് ഉന്നയിച്ചത്. അതുതന്നെയാണ് ബി.ജെ.പി. പറയുന്ന രാഷ്ട്രീയം. ആ രാഷ്ട്രീയത്തിലേക്കും ആ സംസാരത്തിലേക്കും കൊണ്ടുപോയി എത്തിച്ചത് കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രവർത്തനമാണ്. നമുക്കാർക്കും തീർച്ചയായിട്ടും എന്താണ് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. സമയം തരാൻ ഞാൻ പറഞ്ഞു തരാം. ശരി, പറയൂ. എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാനത് പറഞ്ഞു തരികയും ചെയ്യാം. മുസ്ലിം ലീഗ് ഇപ്പൊ ഈ സമയത്ത് വർഗീയതമായിട്ടുള്ള വിഷയമായിട്ട് വന്നത് മതമാണ് പ്രശ്നം എന്ന് പറഞ്ഞ് ഈ അസമയത്തും അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് സമയത്തും അപ്രതീക്ഷിതമായി അത്തരം വിഷയവുമായിട്ട് മുന്നോട്ട് വന്നത് മുസ്ലിം ലീഗാണ്. ആ മുസ്ലിം ലീഗിന്റെ ആ വർഗീയ നിലപാടിനെ മുസ്ലിം ലീഗിന്റെ മറ്റു പല നേതാക്കന്മാരും അതേ രീതിയിൽ പറഞ്ഞു. ആ നയം ശരിയല്ല എന്ന് കോൺഗ്രസിന്റെ നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിന്റെ കെ.പി.സി.സി. പ്രസിഡന്റോ അല്ലെങ്കിൽ മുൻ മുഖ്യമന്ത്രിയോ ഒക്കെ എത്രയോ കാലത്ത് മുന്നേ ചൂണ്ടിക്കാണിച്ചതാണ്. അതൊക്കെ വീണ്ടും സോഷ്യൽ മീഡിയ കുത്തിപ്പൊക്കുന്ന കാലമുണ്ടായി. ഇത് ശൂന്യതയിൽ നിന്ന് പൊക്കിക്കൊണ്ടുവന്ന ഒരു വിഷയമാണ്. ആ വിഷയത്തോട് ഈ ഘട്ടത്തിൽ പ്രതികരിക്കുക എന്നുള്ളതാണ് ബി.ജെ.പി. അല്ലെങ്കിൽ എൻ.ഡി.എ ചെയ്യുന്നത്. അങ്ങനെ പ്രതികരിക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയത് അത്തരത്തിൽ നോക്കുമ്പോൾ മുസ്ലിം ലീഗിന്റെ നേതൃത്വവും കോൺഗ്രസ് അതിനോട് മൗന നിലപാട് സ്വീകരിച്ച കോൺഗ്രസുമാണ്. ഇതേ രീതി തന്നെയാണ് എൽ.ഡി.എഫിന്റെ പക്ഷത്തിൽ. എൽ.ഡി.എഫും ഇത്തരത്തിലുള്ള കമ്മ്യൂണൽ വോട്ടുകളെ എങ്ങനെ സംഘടിപ്പിക്കാം എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബി.ജെ.പി. പുതുതായിട്ട് മതമൊന്നും പറഞ്ഞിട്ടില്ല. ബി.ജെ.പിയുടെ രാഷ്ട്രീയത്തിൽ ബി.ജെ.പി. ഉറച്ചു നിൽക്കുകയാണ്. ബി.ജെ.പിയുടെ രാഷ്ട്രീയത്തിൽ വേഷം കണ്ടാൽ തിരിച്ചറിയാമെന്ന് പറയുന്നത് അതെന്ത് അടിസ്ഥാനത്തിലാണ്? അതെന്ത് മതേതര പ്രതികരണമാണ്? അല്ല, ഞാൻ പറയുന്നത് ബി.ജെ.പി. എന്നും എടുക്കുന്ന രാഷ്ട്രീയ നിലപാടിലേക്ക് വരികയാണ്. ഇപ്പോൾ ഇത്തരത്തിൽ ആ ബി.ജെ.പിയുടെ നിലപാടല്ലേ നിങ്ങൾ തുടരുന്നത്, മറ്റുള്ളവരല്ലേ തുടരുന്നത് എന്ന് ചോദിക്കുന്നത്. ബി.ജെ.പി. നിലപാട് മാറ്റിയിട്ടൊന്നുമില്ല. മറ്റു പലരും നിലപാട് മാറ്റി. അപ്പൊ ആ സമയത്ത് ആ വിഷയം ചർച്ചയ്ക്ക് വന്നു. ആ ചർച്ചയ്ക്ക് വന്നപ്പോൾ നേരത്തെ ഉണ്ടായതുപോലെ ഉള്ള തന്നെ പ്രതികരണങ്ങളാണ് ഇത്തരത്തിൽ ഈ വിഷയത്തിലുള്ളത്. മുസ്ലിം ലീഗ് എന്നുള്ളത് മുസ്ലിം എന്ന പേര് തന്നെ കൊണ്ടു നടക്കുന്ന ഒരു പാർട്ടിയാണ്. അതിന്റെ മതേതരത്വം അളക്കുന്നത് കെ.എം. ഷാജിയുടെ പ്രസംഗത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് മോദിയുടെ പ്രസംഗം എന്നാണ് അങ്ങ് പറഞ്ഞു വരുന്നത്. അല്ല, അങ്ങനെ ഞാൻ പറഞ്ഞില്ല. അങ്ങനെ വ്യാഖ്യാനിക്കരുത്. ഞാൻ പറഞ്ഞത് ഈ വിഷയത്തിന് തുടക്കമിട്ടത് മുസ്ലിം ലീഗ് നേതാക്കളാണ്. അതെന്തായിരുന്നു ആ പ്രസംഗം? എന്തായിരുന്നു പൂർണ്ണ മുസ്ലിം ലീഗ് നേതാവായിട്ടുള്ള ഷാജിയുടെ വളരെ മനസ്സിലാക്കിയത് എങ്ങനെയാണെന്ന് പറയൂ. മതമാണ് പ്രശ്നം. ഈ സമുദായത്തിന് വേണ്ടി നിൽക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്? ആ രീതിയിൽ അതായത് കൊക്കിലെ ശ്വാസം നിലയ്ക്കുന്നവരെ മതമാണ് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ അടിത്തറ എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗ് മുസ്ലിം ന്യൂനപക്ഷത്തിനു വേണ്ടി തന്നെ തുടങ്ങിയ സംവിധാനമാണ് എന്ന് പറയുന്നതും അപരമത വിദ്വേഷം പറയുന്നതും രണ്ടും രണ്ടാണ്. അതിൽ ഹിന്ദു ഐഡന്റിറ്റി ഉള്ള ഏതെങ്കിലും നേതാക്കൾക്കെതിരെ പറയുകയോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഐഡന്റിറ്റി ഉള്ള മറ്റേതെങ്കിലും നേതാക്കൾക്കെതിരെ പറയുകയോ അപരമത വിദ്വേഷം പറയുകയോ ചെയ്യുന്ന ഒരു വരി അങ്ങ് പറയാമോ? അല്ലല്ല, അതൊന്നല്ല. സ്മൃതി രാഷ്ട്രീയക്കാരുടെ വാക്കുകളും ആശയങ്ങളും വാടക എടുക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇതിനപ്പുറത്ത് അത് വെച്ചിട്ട് മാത്രമാണ് മുസ്ലിം ലീഗ് നമ്മൾ കാണേണ്ടത്? മുസ്ലിം ലീഗ് പറഞ്ഞില്ല 60 തൊട്ട് അധികാരത്തിലുള്ളതാണ്. അല്ല, എനിക്ക് അതിന് മറുപടി പറഞ്ഞാൽ ഈ വിഷയത്തിലേക്ക് വരില്ല. അതുകൊണ്ട് പറയുന്നത് എങ്ങനെയാണ് വർഗീയതയാകുന്നത് എന്ന് അങ്ങ് വിശദീകരിക്കൂ.
അതിലേക്കാണ് ഞാൻ കടക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് കേരളത്തിലെ മറ്റ് ഇപ്പം അധികാരത്തിൽ നിന്ന് രാഷ്ട്രീയ പാർട്ടികൾ നോക്കുക, 60 തൊട്ട് അധികാരത്തിൽ വന്ന രാഷ്ട്രീയ പാർട്ടികൾ നോക്കുക, മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഇന്ന് വരെ എല്ലാ ജനപ്രതിനിധികളും എല്ലാ MLA-മാരും ഒരു മതത്തിൽപ്പെട്ടവരാകുക, മന്ത്രിമാർ ഒരു മതത്തിൽപ്പെട്ടവരാകുക, സ്പീക്കറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പദവികളൊക്കെ അവരും ഒരു മതത്തിൽപ്പെട്ടവരാകുക, അതിന് ആ പാർട്ടിക്ക് നേതൃത്വം നൽകുന്നത് ഒരു മതത്തിന്റെ ആത്മീയ കുടുംബം എന്നുമായിരിക്കുക. ഇതൊക്കെയായിട്ടും ഇത് മതത്തിന് അതീതമാണ്, പേരിൽ ഒരു മതത്തിന്റെ പേര് കൊണ്ട് നടക്കുക. ഇതൊക്കെയായിട്ട് മുസ്ലിം ലീഗ് വർഗീയമല്ല എന്ന് പറയുന്നത്, ഇതിപ്പോ ഉള്ള മുസ്ലിം ലീഗിന്റെ ഇത്തരത്തിൽ അങ്ങനെ പറഞ്ഞല്ലോ ഇങ്ങനെ പറഞ്ഞല്ലോ ഒരു വാചകം അവിടെ പറഞ്ഞല്ലോ എന്നൊന്നും പറഞ്ഞാൽ അതിനുണ്ടാക്കേണ്ട കാര്യമില്ല, അതിൽ കാണേണ്ട കാര്യമില്ല. എന്നതിന്റെ പ്രവർത്തനം ഒരു മതത്തിന് മുസ്ലിം ന്യൂനപക്ഷത്തിന് വേണ്ടി വന്ന സംവിധാനമാണ് അല്ലല്ല ശ്രീ അനുരാജ്, അല്ല അതെന്താ ശ്രീ രാജു പിതാർക്ക് ഇടപെടാൻ അല്ലല്ല അത് പറ്റില്ല. ഞാൻ സ്മൃതിയുടെ ചോദ്യത്തിന് മറുപടി പറയാം. അല്ല അങ്ങ് ഇത് പറയാം, അല്ലല്ല അങ്ങ് പറയൂ, എന്റെ ചോദ്യമാണെന്നേ. ചോദ്യം കേട്ടില്ല. എത്ര ഇതര സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചു, എത്ര മുസ്ലിം സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചു എന്ന് പറയാമോ? ഇന്ത്യയുടെ കഴിഞ്ഞ ലോക്സഭയിൽ BJP 543 സീറ്റിൽ എത്ര മുസ്ലിം സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചെന്ന് പറയോ? മലപ്പുറത്ത് ഉണ്ടായിരുന്ന ഒരെണ്ണം പോലും മുസ്ലിം ആയിരുന്നില്ലേ? പറഞ്ഞോളൂ ശ്രീ അനുരാജ്. എനിക്ക് ഈ ചർച്ച സ്ക്രീനിൽ കാണാൻ പറ്റുന്നില്ല. ഈ ചർച്ച എനിക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നില്ല. ശബ്ദത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് കോൺഗ്രസിന്റെ പ്രതിനിധിയാണ് ചോദിച്ചത്. രാജു പി നായരാണ് ചോദിച്ചത്. അദ്ദേഹത്തിന്റെ ചോദ്യത്തോട് ഞാനിപ്പോ മറുപടി പറയാൻ ശ്രമിക്കുന്നില്ല. സ്മൃതി എന്താണ് ചോദിക്കാനുള്ളത്? ഞാൻ എന്റെ ചോദ്യമായിട്ട് എടുത്തോളൂ. എന്നാലേ അതെന്താ അങ്ങനെ ഒരു ചർച്ചയല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിക്കാമല്ലോ, അങ്ങേക്കും ചോദിക്കാം. അല്ല, ചർച്ചയിൽ എനിക്ക് സംസാരിക്കാനുള്ള സമയം നഷ്ടപ്പെടും. അല്ല, എനിക്ക് സംസാരിക്കാനുള്ള സമയം നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഞാൻ വിചാരിക്കുന്നത് ചർച്ച ആ രീതിയിൽ തുടരണമെന്നാണ്. അപ്പൊ അത് ആഗ്രഹിക്കുന്ന കാര്യമാണ്, അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്, അങ്ങ് പറഞ്ഞു. അതെ, ഞാൻ പറയുന്നത് രാജു പി നായർ സംസാരിക്കുന്നതിനിടയിൽ പല സംശയങ്ങൾ എനിക്കുണ്ടായിരുന്നു. ഞാൻ ആ സംശയങ്ങൾ റിസർവ് ചെയ്ത് വെക്കുകയാണ് ഇത്. കാരണം അത് അദ്ദേഹത്തിന്റെ സമയമാണ്. അദ്ദേഹം വളരെ വസ്തുതാവിരുദ്ധമായിട്ടുള്ള പലതും പറഞ്ഞിട്ടുണ്ട്. അങ്ങേക്ക് ആ ചോദ്യം രാജു പി നായരോട് ചോദിക്കുകയും ചെയ്യാം. അന്ന് ഞാനിപ്പോ ചോദിക്കാം. അല്ല, ഞാൻ ഇപ്പൊ ചോദിക്കാം. ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസിന് പഴയ പറഞ്ഞതിന് ശേഷം പറഞ്ഞോളൂ. അല്ല, അങ്ങനെ ചെയ്യരുത്. അങ്ങനെ എനിക്ക് സമയം തരില്ല. അങ്ങനെ സമയം കിട്ടില്ല. ചർച്ചയുടെ സമയം തീരുകയാണ്. ചർച്ചയുടെ സമയം തീരുകയാണ്. നിങ്ങൾ 8 മണിക്ക് ചർച്ച അവസാനിപ്പിക്കും. തരാന്ന് പറഞ്ഞില്ലേ, പറയൂ, സമയം കളയണ്ട. സാധ്യതയില്ല. സമയം കളയണ്ട. ഏത് ചോദ്യത്തിന് ഉത്തരവാണ് പറയേണ്ടത്? അങ്ങ് രണ്ടിനും പറഞ്ഞു. ഏത് ചോദ്യത്തിന് BJP എത്ര മുസ്ലിം സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്? എന്താണ് ചോദ്യം? മുസ്ലിം ന്യൂനപക്ഷത്തിൽ എത്രത്തോളം പ്രാതിനിധ്യം BJP-യിലുണ്ട്? അങ്ങ് പറഞ്ഞോളൂ. മുസ്ലിം ലീഗ് വർഗീയ കക്ഷിയാണോ എന്നുള്ളതിൽ മറുപടിയാണോ ആ ചോദ്യം? അങ്ങേക്ക് ഉത്തരവുണ്ടോ? മുസ്ലിം ലീഗ് അങ്ങ് പറഞ്ഞ KM ഷാജിയുടെ പ്രസംഗത്തിൽ എവിടെയാണ് വിദ്വേഷമെന്ന് അങ്ങ് ചോദിച്ചതിനും അങ്ങ് ഉത്തരം പറഞ്ഞില്ല. എത്ര മുസ്ലിം സ്ഥാനാർത്ഥികളെ നിങ്ങൾ നിർത്തിയിട്ടുണ്ട് എന്ന ചോദ്യത്തിനും അങ്ങ് ഉത്തരം പറഞ്ഞില്ല. ഏതെങ്കിലും ഒന്നിനെങ്കിലും ഉത്തരം അറിയാമോ? അപരമത വിദ്വേഷം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപരമത വിദ്വേഷം ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞത് മതമാണ് പ്രശ്നം. ഈ മതത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നില്ലെങ്കിൽ എന്തിനാണ് നിൽക്കുന്നത് എന്ന് ചോദിച്ചു. ഇതിന്റെ ചുവട് പിടിച്ച് മറ്റു പലരും പറഞ്ഞു. KPCC പ്രസിഡന്റ് ആയിരിക്കും രമേശ് ചെന്നിത്തല പറഞ്ഞു. നേരത്തെ AK ആന്റണി പറഞ്ഞു. ഇതെല്ലാം ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാവുകയാണ്. ഈ ഘട്ടത്തിലാണ് ചോദിക്കുന്നത്. അപ്പൊ അത് ചോദിക്കുന്ന ഉടനെ അങ്ങനെയാണല്ലോ, ആണെങ്കിൽ ഇങ്ങനെയാണല്ലോ എന്നുള്ള ചോദ്യമല്ലോ. ഞാൻ ഈ ചോദ്യത്തിന് മറുപടി പറയട്ടെ. എന്റെ മറുപടിയിൽ അങ്ങനെ കടന്നു കയറാതെ ഞാൻ പറയുന്നത് BJP രാഷ്ട്രീയത്തിന് വഴിതെറ്റിയിട്ടോ അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ ഇന്നത്തെ പ്രസംഗത്തിന് വഴിതെറ്റിയിട്ടോ ഒന്നുമില്ല. നരേന്ദ്രമോദി എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ കാര്യം തന്നെയാണ് പറയുന്നത്. ആ രീതിയിലാണ് അദ്ദേഹം കോൺഗ്രസിനെ വിമർശിച്ചത്, ഇടതുപക്ഷത്തെ വിമർശിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ സ്വർണം നഷ്ടമാകുന്ന സാഹചര്യം, അല്ലെങ്കിൽ പണയ സ്വർണം നഷ്ടമാകുന്ന സാഹചര്യം കേരളത്തിലുണ്ട്, അല്ലെങ്കിൽ അയ്യപ്പന്റെ ഇതുമായി ബന്ധപ്പെട്ട കേസിൽ കുറ്റവാളികളെ ഞങ്ങൾ ജയിലഴിക്കുള്ളിൽ അയക്കും എന്നൊക്കെ നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ BJP രാഷ്ട്രീയം ആ രീതിയിലും തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. വികസനത്തെ ഉയർത്തിക്കാട്ടി ഇവിടെ നേരത്തെ പറഞ്ഞു, കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളെ കുറിച്ച് പറഞ്ഞു. അത് തന്നെയാണ് നരേന്ദ്രമോദി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം തീവണ്ടികൾ ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹം അതുപോലെ തന്നെ ഇന്നൊവേഷൻ ലാബ് ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹം ചികിത്സാ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. അതോടൊപ്പം ഇതുവരെ നേരത്തെയുള്ള പദ്ധതികളിൽ PM ആവാസ് യോജന പോലെയുള്ള പദ്ധതികളിൽ ഉണ്ടായ നേട്ടം, അല്ലെങ്കിൽ വിഴിഞ്ഞം പദ്ധതിയിൽ ഉണ്ടായിട്ടുള്ള നേട്ടം, അത്തരം ഉയർത്തിക്കാട്ടി ആ രീതിയാണ് BJP ഉയർത്തിക്കാട്ടുന്നത്.
തിരുവനന്തപുരത്തിന് ഉറപ്പ് നൽകിയതുപോലെ തിരുവനന്തപുരത്തിലുള്ള പ്രത്യേക പദ്ധതികളും പ്രഖ്യാപിച്ചില്ല എന്നുള്ളതാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.